എല്ലാവർക്കും PSC അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സാമൂഹ്യശാസ്ത്രം ഭാഗം 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് 2-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 8 ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. ഇവിടെ ഒരു പഠനയാത്രയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ടീച്ചേഴ്സും കുട്ടികളും ഉൾപ്പെടുന്ന ഒരു പിക്ചേഴ്സ്. പാരഗ്രാഫ് നോക്കാം. കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികൾ ചരിത്രശേഷിപ്പുകൾ തേടിയെന്ന പഠനയാത്രയുടെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി, മുനിയാട്ടുകുന്ന്, കൂടക്കല്ലുപറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും സന്ദർശിച്ചു. യാത്രയുടെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ യാത്രാനുഭവത്തിൻ്റെ ഭാഗം പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നോക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. കണ്ടാണശ്ശേരി, മുനിയാട്ടുകുന്ന്, കൂടക്കല്ലുപറമ്പ് ഇത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. കണ്ടാണശ്ശേരി, മുനിയാട്ടുകുന്ന്, കൂടക്കല്ലുപറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിലേതെങ്കിലും തന്നിട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യം, ശക്തൻ തമ്പുരാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ അവിടെ നമുക്ക് നോക്കാനുള്ളത്. അടുത്തത്, ആ ഒരു കുട്ടി യാത്രാനുഭവം തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് നോക്കാം. ചരിത്രശേഷിപ്പുകൾ തേടി ഒരു യാത്ര. റിച്ചു എസ്, ക്ലാസ് 6, ഗവൺമെൻറ് UPS കാറ്റാടിക്കുന്ന്. നിരപ്പാർന്ന പ്രദേശത്തു നിന്ന് കുന്നിൻ മുകളിലേക്ക് ചെറിയ കുറ്റിക്കാടുകൾ, ചെങ്കുത്തായ കയറ്റങ്ങൾ, പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കൂടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു. കുട പോലിരിക്കുന്നവ കൂടക്കല്ല്, തൊപ്പി പോലുള്ളവ തൊപ്പിക്കല്ല്, ഗുഹ പോലുള്ളവ മുനിയറകൾ. നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണിവ. ഈ ചരിത്രശേഷിപ്പുകളെക്കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൃശ്ശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടതിന് സമാനമായ ശിലാസ്മാരകങ്ങളുടെ ശേഖരവും മാതൃകകളും അവയുടെ വിവരണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ശിലാസ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പായുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, നാണയങ്ങളെല്ലാം ഞങ്ങളെ വിസ്മയിപ്പിച്ചു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പഠിക്കാനുള്ളതെന്ന് പറയുന്നത്, തൊപ്പി പോലെ ഇരിക്കുന്നത് തൊപ്പിക്കല്ല്, കുട പോലെ ഇരിക്കുന്നത് കുടക്കല്ല്, ഗുഹ പോലെയുള്ളത് മുനിയറ. എവിടെയാണ് ശക്തൻ തമ്പുരാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് അവിടെ നിന്ന് നോക്കാനുള്ളത്. അടുത്തത്, എന്തെല്ലാം ചരിത്രശേഷിപ്പുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് പറഞ്ഞത്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. മഹാശിലായുഗം. എന്താണ് മഹാശിലായുഗം എന്ന് നോക്കാം. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാസ്മാരകങ്ങൾ. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. അപ്പോൾ മുകളിൽ നമ്മൾ പറഞ്ഞത് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? മഹാശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതുകൊണ്ട്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടമാണ് മഹാശിലായുഗം എന്ന് അറിയപ്പെടുന്നത്. മഹാശിലായുഗം എന്നറിയപ്പെടുന്നത് ഈ തൊപ്പിക്കല്ല്, കുടക്കല്ല്, മുനിയറകളൊക്കെ നിർമ്മിച്ച ആ കാലഘട്ടമാണ് മഹാശിലായുഗം. അതെന്തുകൊണ്ടാണ് മഹാശില എന്ന് പറയുക? മഹാശിലകൾ കൊണ്ട്, അതായത് വലിയ ശിലകൾ കൊണ്ടോ വലിയ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചത് കൊണ്ടാണ് മഹാശിലാസ്മാരകങ്ങൾ എന്ന് ഇതറിയപ്പെടുന്നത്. മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു. എവിടെയെല്ലാമാണ്? കേരളത്തിലെ മറയൂര്, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, പിന്നെ തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂര്, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. കേരളത്തിൽ എവിടെയൊക്കെയാണ്? മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്. ഇത്രയുമാണ് കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ അല്ലെങ്കിൽ അതിന് തെളിവുകളുള്ളത്. എവിടെയാണ്? മറയൂര്, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്.
തമിഴ്നാട്ടിലാണ് ആദിച്ചനല്ലൂർ. അപ്പോൾ ഈ മഹാശില സ്മാരകം സ്ഥിതി ചെയ്യുന്ന ആദിച്ചനല്ലൂർ ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏത് സ്റ്റേറ്റാണ്? തമിഴ്നാടാണ്. ആദിച്ചനല്ലൂർ തമിഴ്നാടാണ്. ബ്രഹ്മഗിരി കർണാടകയിലെ ബ്രഹ്മഗിരി. നാഗാർജുനകൊണ്ട എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട. ബ്രഹ്മഗിരി കർണാടക, ആദിച്ചനല്ലൂർ തമിഴ്നാട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്. ഇനി എന്താണ് ദക്ഷിണേന്ത്യ? ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. നമുക്കറിയാം തെക്കൻ സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ പെടുന്നത്. തെക്കൻ സംസ്ഥാനങ്ങളായ ഏതൊക്കെ വരും? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഇവയെല്ലാം ചേരും. കൂടാതെ എന്തും കൂടെയുണ്ട്? കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ്. അതും കൂടെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആണ്. എന്താണ്? പുതുച്ചേരിയും ലക്ഷദ്വീപും കൂടെ ദക്ഷിണേന്ത്യയുടെ ഭാഗമാണ് എന്നോർത്തിരിക്കുക. പുതുച്ചേരി, ലക്ഷദ്വീപ് ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് ദക്ഷിണേന്ത്യ. എന്താണ് മഹാശിലാ സ്മാരകങ്ങൾ? കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. തൊപ്പിക്കല്ല്, തൊപ്പി പോലെ ഇരിക്കുന്നു. മുനിയറ, അത് ഇവിടെ ഒരു ഗുഹ പോലെ കാണുന്നതാണ് മുനിയറ. പിന്നെ കുട പോലെ കുടക്കല്ല്, കല്ലറ, നാട്ടുകല്ല്. അപ്പോൾ ഇതെല്ലാം എന്താണ്? മഹാശിലാ സ്മാരകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ പാരഗ്രാഫിലൊന്നുമില്ല മഹാശില സ്മാരകങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൃതാവശിഷ്ടങ്ങൾ, അതായത് ഈ തൊപ്പിക്കല്ല്, കൂടക്കല്ല്, മുനിയറ എന്നൊക്കെ പറയുന്നത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്, ശവസംസ്കാര രീതിയുമായിട്ട്. എന്തെല്ലാമാണ്? മഹാശില സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പുയുഗം എന്നും അറിയപ്പെടുന്നു. മഹാശില സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പ് കണ്ടെത്തിയത് കൊണ്ട് ഇരുമ്പുയുഗമെന്നും മഹാശില സ്മാരകങ്ങൾ അറിയപ്പെടുന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ. മഹാശില സ്മാരകങ്ങൾക്ക് എക്സാമ്പിൾ ഇന്നതാണെന്നും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തരും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരിക്കും: മഹാശില കാലഘട്ടത്തെ ഇരുമ്പു യുഗം എന്നും വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എന്തെന്ന് വിളിച്ചിരുന്നു? ഇരുമ്പു യുഗം എന്ന് അറിയപ്പെട്ടിരുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശില സ്മാരകങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കോടൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണം, ആയുധം, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ ഇതെല്ലാം കിട്ടിയിരുന്നു. ഇനി ഇവിടെ നോക്കിയേ, പ്രധാന മഹാശില സ്മാരകങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. കേരളത്തിൽ മറയൂർ, തമിഴ്നാട് ആദിച്ചനല്ലൂർ, ആന്ധ്രാപ്രദേശ് പറഞ്ഞത് ഏതായിരുന്നു? നാഗാർജുനകൊണ്ട, കർണാടകത്തിൽ ബ്രഹ്മഗിരി. ഇത്രയും നമ്മൾ പറഞ്ഞിരുന്നു. ഇനി എന്തെല്ലാം മഹാശില സ്മാരകങ്ങളാണ് നമ്മൾ പറഞ്ഞത്? കുടക്കല്ല്, നാട്ടുകല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ, കല്ലറകൾ. ഇനി ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചെയ്തിരുന്ന വസ്തുക്കൾ എന്തെല്ലാമായിരുന്നു? പാത്രങ്ങളുണ്ടായിരുന്നു, ധാന്യത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു, നാണയങ്ങളുണ്ടായിരുന്നു, ഇരുമ്പിൻ്റെ ആയുധങ്ങളുണ്ടായിരുന്നു, ജപമണികളൊക്കെ കിട്ടിയിരുന്നു. പിന്നീട് ആഭരണങ്ങൾ, ഉപകരണങ്ങൾ, നാണയങ്ങൾ ഇതെല്ലാം കിട്ടിയിരുന്നു. അടുത്തത് ദക്ഷിണേന്ത്യയിലെ ഇരുമ്പുയുഗം. നമ്മൾ പറഞ്ഞിരുന്നു ഇരുമ്പുയുഗം എന്ന് പറഞ്ഞാൽ മഹാശില സ്മാരക കാലഘട്ടം തന്നെയാണ് ഇരുമ്പുയുഗം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ദക്ഷിണേന്ത്യയിൽ അതെങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് നോക്കുന്നത്. ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പല രീതിയിലുള്ള ആയുധങ്ങൾ, ഉപകരണങ്ങൾ, അതിൻ്റെ നീളം, വലിപ്പം അങ്ങനെയെല്ലാം ഇവിടെയൊക്കെ അടയാളപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെയാണ്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി, വാള്, അരിവാള്, കുന്തമുന, മുക്കാലിപ്പീഠം, വിളക്കുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇരുമ്പിൻ്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകമായി. ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം. അപ്പോൾ എന്താണ് ഇത് കിട്ടിയത്? ഈ ഒരു ചിത്രത്തിലുള്ളതെല്ലാം തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂരിൽ നിന്നും കണ്ടെത്തിയ ഇരുമ്പായുധങ്ങളും ഉപകരണങ്ങളുമാണ്. അപ്പോൾ ചോദിക്കാട്ടോ, ആദിച്ചനല്ലൂർ ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. എന്തിന് എക്സാമ്പിളാണ് അവിടെ? മഹാശില സ്മാരകങ്ങൾക്ക് എക്സാമ്പിളാണ് ആദിച്ചനല്ലൂർ. അപ്പോൾ പല കാര്യങ്ങൾ, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പല വസ്തുക്കളും അന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുമ്പിൻ്റെ എന്താണ് ഉപയോഗം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കാർഷിക പുരോഗതി ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയായിരുന്നു മഹാശില സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. ഇനി എങ്ങനെയായിരുന്നു ദക്ഷിണേന്ത്യയിൽ ഒരു രാഷ്ട്ര രൂപീകരണം എന്നാണ് പറയുന്നത്.
ദക്ഷിണേന്ത്യയിൽ ആദ്യം പറഞ്ഞത് മഹാശില യുഗത്തെക്കുറിച്ചാണ്. മഹാശിലാ സ്മാരകങ്ങളെക്കുറിച്ചും മഹാശിലാ യുഗത്തെക്കുറിച്ചും അതിൽ നിന്ന് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം, അതിൽ നിന്ന് കാർഷിക പുരോഗതി ഉണ്ടായി, കാർഷിക ഉൽപ്പാദനത്തിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ് ഒരു രാഷ്ട്രം രൂപീകരിച്ചതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം പ്രാചീന തമിഴകം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രാചീന തമിഴകത്തിൽ എന്തെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്? ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ, അവരുടെ തലസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. വഞ്ചി, ഉറയൂർ, മധുരൈ. അപ്പം നോക്കിയേ, എന്തായിരുന്നു ഇത്? തലസ്ഥാനങ്ങളാണ്. വഞ്ചി ചേരരുടെ തലസ്ഥാനമാണ് വഞ്ചി, ഉറയൂർ ചോളർ, മധുരൈ പാണ്ഡ്യർ. അപ്പോൾ ഇത്രയാണ് ഇത് ഓർത്തിരിക്കുക. ചേരർ, വഞ്ചി, ഉറയൂർ എന്ന് പറയുന്ന തലസ്ഥാനം ആരുടേതാണ്? ചോളർമാരുടേതാണ് ഉറയൂർ. പാണ്ഡ്യരുടേത് മധുരൈ. അതാണ് പ്രാചീന തമിഴകം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇത്രയും ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യയുടെ ഇത്രയും ഭാഗമാണ് പ്രാചീന തമിഴകം എന്ന് അറിയപ്പെട്ടിരുന്നത്. എങ്കിൽ നോക്കാം, ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിരുന്നു? കേരളമുണ്ട്, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ഇത്രയും 4 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു എന്ന് പറയുന്നത് പ്രാചീന തമിഴകം എന്ന് പറയുന്നത്. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന ചരിത്ര സ്രോതസ്സുകളാണ് എന്തെല്ലാം? പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ. ഇതെല്ലാം പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നവയാണ്. എന്തൊക്കെയാണ്? പഴന്തമിഴ് പാട്ട്, നാണയം, സഞ്ചാരക്കുറിപ്പ്, ലിഖിതങ്ങൾ. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘസാഹിത്യ കൃതികളിൽ നിന്നാണ്. ഇതെല്ലാം നമ്മൾ കേട്ടിരിക്കുന്ന വാക്കുകളാണ്. സംഘസാഹിത്യ കൃതികളിൽ നിന്ന്, പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സാഹിത്യ കൃതികളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുള്ളത്. എന്താണ് സംഘസാഹിത്യ കൃതികൾ? സംഘസാഹിത്യം എന്ന് നോക്കാം. യാതും ഊരേ യാവരും കേളിർ തീതും നൻറ്റും പിറർ തരവാര പുറനാനൂറ് എന്ന് പറയുന്ന ഒരു സംഘകാല കൃതിയുടെ 2 വരികളാണ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്: എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല. എല്ലാം നമ്മുടെ, യാതും ഊര്, എല്ലാ ഊരും നമ്മുടേതാണ്. യാവരും കേളിർ, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല. സംഘസാഹിത്യ കൃതിയായ പുറനാനൂറിലെ വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. പുറനാനൂറ് മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. സംഘസാഹിത്യ കൃതി എന്താണെന്നാണ് പറയുന്നത്. സംഘങ്ങൾ എന്താണെന്ന് അപ്പോൾ ആദ്യം അറിയുക. അപ്പോൾ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന കവികളുടെ കൂട്ടായ്മയാണ് സംഘങ്ങൾ. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നത്. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ അന്ന് കവികളായിരുന്നവരുടെ പാട്ടുകളൊക്കെ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് സംഘം കൃതികൾ എന്ന് പറയുന്നത്. അന്ന് ആ കാലഘട്ടം, സംഘം കൃതികളുടെ ഒരു കാലഘട്ടമായിരുന്നു സംഘകാലം എന്ന് പറയുന്നത്. പുറനാനൂറ് പോലെ നിരവധി സാഹിത്യകൃതികൾ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു. അവയിൽ ചില പ്രധാന കൃതികളെ പരിചയപ്പെടാം. എന്തെല്ലാമാണ് സംഘസാഹിത്യ കൃതികൾ എന്നാണ് പറയുന്നത്? പ്രധാനപ്പെട്ട കൃതികൾ: 18 അകനാനൂറ്, പുറനാനൂറ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി SCERT പറയുന്ന 2 പോയിന്റ്സും കൂടിയാണ്. കുറുന്തൊകൈ, നറ്റിണൈ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. കുറുന്തൊകൈ, നറ്റിണൈ. പുറനാനൂറ്, അകനാനൂറ്, 18. ഇതെല്ലാം സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അതിൻ്റെ കൂടെ കുറുന്തൊകൈ, നറ്റിണൈ എന്ന 2 സാഹിത്യകൃതികളും കൂടെ ഓർത്തിരിക്കുക. എന്താണ് സംഘം കൃതികൾ? സംഘം കൃതികളെ പൊതുവിൽ അകംപാട്ടുകൾ എന്നും പുറംപാട്ടുകൾ എന്നും 2ആയി തിരിച്ചിട്ടുണ്ട്. എന്താണ് അകംപാട്ടുകൾ? കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകംപാട്ടുകൾ. കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം ഇവയെ പരാമർശിക്കുകയാണെങ്കിൽ അതാണ് അകംപാട്ടുകൾ. സാമ്പത്തികം, രാഷ്ട്രീയം, സൈനികമായ ജീവിതത്തെ പരാമർശിക്കുന്നതാണ് എന്ത്? പുറംപാട്ടുകൾ. സാമ്പത്തികം, രാഷ്ട്രീയം, പിന്നെ സൈനികം, അങ്ങനെയുള്ള പുറം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് പുറംപാട്ടുകൾ. അകത്തെ, അതായത് കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം ഇവയെക്കുറിച്ച് പരാമർശിക്കുന്നവയാണ് അകംപാട്ടുകൾ. അങ്ങനെ 2 ഭാഗങ്ങളായിട്ട് സംഘം കൃതികളെ തിരിച്ചിട്ടുണ്ട്. സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളാണ് തിരുക്കുറൽ,
ചിലപ്പതികാരം, മണിമേഖല എന്നിവ. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഇത്? തമിഴ് സാഹിത്യ കൃതികളാണ്. എന്തൊക്കെയാണ്? തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല. ഇനി അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ചെറിയതായിട്ട് ഇവിടെ ഒരു ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിലൊന്നാണ് തിരുക്കുറൽ. ആരാണ് രചയിതാവ്? തിരുവള്ളുവറാണ് രചയിതാവ്. തിരുക്കുറലിൻ്റെ രചയിതാവ് ആരാണ്? തിരുവള്ളുവർ. തിരുക്കുറൽ എഴുതിയത് തിരുവള്ളുവർ. തമിഴ് സാഹിത്യ കൃതിയാണ്. ഇനി അടുത്ത് ചിലപ്പതികാരം. ചിലപ്പതികാരം ആരുടെ കഥയാണ്? കണ്ണകിയുടെയും കോവലൻ്റെയും കഥയാണ് ചിലപ്പതികാരം. കണ്ണകിയുടെയും കോവലൻ്റെയും കഥയാണ് ചിലപ്പതികാരം. കണ്ണകിയുടെയും കോവലൻ്റെയും കഥയാണ് ചിലപ്പതികാരം. അത് എഴുതിയതാരാണ്? ഇളങ്കോവടികൾ. ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ഇളങ്കോവടികൾ. ഇനി മണിമേഖല. കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. എഴുതിയതാരാണ്? ചീത്തലൈ ചാത്തനാറാണ് മണിമേഖല എഴുതിയത്. ചീത്തലൈ ചാത്തനാറാണ് മണിമേഖല എഴുതിയത്. ചീത്തലൈ ചാത്തനാർ മണിമേഖല. അപ്പോൾ തിരുക്കുറൽ എഴുതിയത് തിരുവള്ളുവർ, ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോവടികൾ, പിന്നെ മണിമേഖല എഴുതിയത് ചീത്തലൈ ചാത്തനാർ. ചോദിക്കാം, കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന തമിഴ് സാഹിത്യകൃതി ഏതാണ്? കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന സാഹിത്യകൃതിയാണ് ചിലപ്പതികാരം. ഇനി എന്തെല്ലാം സ്രോതസ്സുകളിൽ നിന്നുമാണ് പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നത്? സംഘം കൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ, നാണയങ്ങൾ. ഇതിൽ നിന്നെല്ലാം എന്താണ്? പ്രാചീന തമിഴകത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. എങ്ങനെയായിരുന്നു സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം എന്നാണ് അടുത്ത് പറയുന്നത്. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം. സംഘം കൃതികളിൽ ഉൾപ്പെട്ട പഴന്തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതം, കൃഷി, കാലിമേയ്ക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശമുണ്ട്. ഏത്? പഴന്തമിഴ് പാട്ടുകളിൽ. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. എന്താണ് സാമൂഹിക ജീവിതം? സാമൂഹിക സാമ്പത്തിക ജീവിതം. അതിൽ സാമൂഹിക ജീവിതത്തിൽ എന്താണെന്ന് നോക്കാം. തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. തൊഴിലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു സാമൂഹിക വിഭജനം തന്നെ സമൂഹത്തിലുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ ഒരു സാമൂഹിക വിഭജനം ഉണ്ടായിരുന്നു. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. അപ്പോൾ അന്നേ സമത്വം ഇല്ലായിരുന്നു, നിലനിന്നിരുന്നില്ല എന്നൊരു പ്രസ്താവനയാണെങ്കിൽ അത് തെറ്റായ പ്രസ്താവനയാണ്. എന്താണ്? സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയാണെന്ന് നമുക്ക് തോന്നും. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നില്ല, ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും അന്നത്തെ കാലത്ത് ചിലപ്പോൾ സമത്വം ഉണ്ടായിരുന്നില്ല, സ്ത്രീകളൊക്കെ ഒരു അടിമകളെ പോലെ ആയിരുന്നിരിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അതാണ് ശരിയെന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്? ഈ പോയിന്റ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. അതുപോലെ സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. തൊഴിലിനെ അടിസ്ഥാനമാക്കി സാമൂഹികമായ വിഭജനം നിലനിന്നിരുന്നു. ഇങ്ങനെയുള്ള പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. കാരണം തെറ്റിക്കാൻ വേണ്ടി അങ്ങനെ എടുത്തിടും. പിന്നെ സാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കാം. കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കൽ, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവയും ഉണ്ടായിരുന്നു. കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കുക, മീൻ പിടിക്കുക, വേട്ടയാടലും ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. അതൊരു സാമ്പത്തിക ജീവിതത്തിൻ്റെ പോയിന്റാണ്. വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. അപ്പം നിലനിന്നിരുന്നില്ല എന്നൊരു പ്രസ്താവന എടുത്തിടാൻ ചാൻസ് ഉണ്ട്. അപ്പം നിലനിന്നിരുന്നു, വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത്. ഇവിടുന്ന് അതാണല്ലോ കൊണ്ടുപോകാനുണ്ടായിരുന്നത്, കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും. അതിന് പകരം ഇങ്ങോട്ടേക്ക് എന്തൊക്കെ അവർ കൊണ്ടുവന്നു? ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇത് സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അപ്പോൾ ഇത് കറക്റ്റ് ആലോചിച്ച് ശരിക്കും മനസ്സിലാക്കി വയ്ക്കുക. തിണകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തിണകൾ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐന്തിണകൾ എന്നും പറയും. 5 വിഭാഗങ്ങളായതുകൊണ്ട് ഐന്തിണകൾ എന്നും പറയും. എന്തൊക്കെയായിരുന്നു ഓരോ തിണയിൽ നിന്ന് നോക്കാം. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ, ഇങ്ങനെയായിരുന്നു 5 തിണകൾ. കുറിഞ്ചി ഒന്ന് നോക്കാം. കുറിഞ്ചിയിൽ ഭൂമിശാസ്ത്ര പ്രത്യേകത എന്താ? കുറിഞ്ചി എന്ന് പറയുമ്പോൾ തന്നെ കുറിഞ്ചി മല എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കാട് മലയാണ്. എന്തായിരിക്കും കാട്ടിലെ മലയിലും ജീവിക്കുന്നവരുടെ ഉപജീവന മാർഗം? അത് വനവിഭവങ്ങൾ ശേഖരിക്കുക, വേട്ടയാടുക, ഇതായിരുന്നു. ഇനി മുല്ലൈ കുറ്റിമുല്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറ്റിക്കാടുകളും പുൽമേടുകളുമായിരുന്നു മുല്ലൈ. ഓക്കെ. കന്നുകാലി മേയ്ക്കുക. അപ്പോൾ കുറ്റിക്കാടും പുൽമേടും ആണെങ്കിൽ, പുൽമേടൊക്കെ ആണെങ്കിൽ കന്നുകാലി മേയ്ക്കലായിരിക്കും അവിടുത്തെ ഉപജീവന മാർഗം. അടുത്ത പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ്. ഓർത്തിരിക്കാൻ പാലക്കാട് എന്ന് ഓർത്താൽ മതി. പാലക്കാടൊക്കെ വരണ്ട പ്രദേശം. പാലക്കാട് എന്ന് പറയുന്ന പേരൊക്കെ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു പേരിൽ നിന്നാണ്, തിണകളിൽ നിന്നാണ്. അപ്പോൾ പാലക്കാട് അതായത് വരണ്ട പ്രദേശമാണ്. കൊള്ളയും കവർച്ചയും. വരണ്ട പ്രദേശമാണ്, വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. അപ്പോൾ അവർ കൊള്ള ചെയ്യും, കവർച്ച ചെയ്യും. മരുതം എന്ന് പറയുന്നത് വയൽ പ്രദേശമാണ്. കൃഷിയായിരുന്നു അവിടുത്തെ ഉപജീവന മാർഗം. വയൽ പ്രദേശമാണ്. മരുതം വയലാണ്, വയലാണെങ്കിൽ കൃഷിയാണ്. മരുതം വയൽ പ്രദേശം. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശം. തീരപ്രദേശത്തുള്ളവർക്ക് മീൻ പിടിക്കലും ഉപ്പ് കുറുക്കലും ആയിരിക്കും ജോലി. അപ്പോൾ ഇത് ഒന്നോർത്തിരിക്കുക. എപ്പോഴും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ കാട്, മല. മുല്ലൈ എന്ന് പറയുന്ന കുറ്റിക്കാടുകൾ, പുൽമേടുകൾ. പാലൈ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശമാണ്. മരുതം എന്ന് പറഞ്ഞാൽ എന്താണ്? വയൽ പ്രദേശമാണ്. നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ്. അപ്പോൾ അതിനനുസരിച്ച് അവിടുത്തെ ഉപജീവന മാർഗങ്ങളും ഓർത്തിരിക്കുക. ഓരോ തിണയിലും ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ മറ്റ് തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എന്താണ്? വിഭവ കൈമാറ്റം ഉണ്ടായിരുന്നു. വിഭവ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി എന്തുണ്ടായി? വ്യാപാര കേന്ദ്രങ്ങളുണ്ടായി. ഈ വ്യാപാര കേന്ദ്രങ്ങളെയാണ് അങ്ങാടികൾ എന്ന് പറയുന്നത്. അങ്ങാടികളൊന്ന് നോക്കാം. പ്രാചീന തമിഴകത്തെ അങ്ങാടികൾ 2 അല്ലലാവണം, നാളങ്ങാടി. അപ്പോൾ എന്തൊക്കെയാണ് അല്ലലാവണം എന്ന് പറഞ്ഞാൽ, നാളങ്ങാടി എന്ന് പറഞ്ഞാൽ? അല്ലലാവണം എന്ന് പറഞ്ഞാൽ അന്തിച്ചന്തയാണ്. നാളങ്ങാടി എന്ന് പറഞ്ഞാൽ പകൽ ചന്തയാണ്. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു. അടുത്തത്, അപ്പോൾ തിണകൾ എന്താണെന്ന് പഠിക്കുക. അല്ലലാവണം, നാളങ്ങാടി എന്ന 2 പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക. അല്ലലാവണം അന്തിച്ചന്ത, നാളങ്ങാടി എന്ന് പറഞ്ഞാൽ പകൽച്ചന്തയായിരുന്നു. അപ്പോൾ അങ്ങാടികൾ എന്ന് പറഞ്ഞാൽ അവർ വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത വ്യാപാര കേന്ദ്രങ്ങളാണ് അങ്ങാടികൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് രാഷ്ട്രീയ വ്യവസ്ഥ? നമ്മൾ ആദ്യം കണ്ടിരുന്നു ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രം, സംഘകാലത്തിൽ രാഷ്ട്ര രൂപീകരണം എങ്ങനെയായിരുന്നു എന്ന്. ചേരർ, പിന്നെ ആരൊക്കെയായിരുന്നു? ചോളർ, പാണ്ഡ്യർ. അപ്പോൾ ആരൊക്കെയായിരുന്നു തമിഴകം ഭരിച്ചിരുന്നത്? ചേരർ, ചോളർ, പാണ്ഡ്യർ. ഈ 3 പേരെയും കൂടിയാണ് മൂവേന്തർ അഥവാ മൂവരശർ എന്ന് പറഞ്ഞിരുന്നത്. മൂവേന്തർ അല്ലെങ്കിൽ മൂവരശർ. ചേരർ, ചോളർ, പാണ്ഡ്യർ. അല്ലെങ്കിൽ കോൻ, കടുംകോ എന്നും ഇവരെ വിളിച്ചിരുന്നു. എന്തൊക്കെയാണ് ഈ രാജാക്കന്മാർ? കോൻ, കടുംകോ എന്നും വിളിച്ചിരുന്നത് ആരെയായിരുന്നു? ഈ തമിഴകം ഭരിച്ചിരുന്ന മൂവേന്തർമാരായ ചേരർ, ചോളർ, പാണ്ഡ്യന്മാരെയായിരുന്നു. ഇനി അവരുടെ തലസ്ഥാനം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ചേരർ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? വാഞ്ചി ആയിരുന്നു. ചേരരുടേത് വാഞ്ചി, ചോളരുടേത് ഉറയൂർ, പിന്നെ പാണ്ഡ്യരുടേത് മധുരൈ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി. അതായത് സംഘകാലം കഴിഞ്ഞു. സംഘകാലം ഭരിച്ചിരുന്നത് ചേരർ, ചോളർ, പാണ്ഡ്യരായിരുന്നുവെങ്കിൽ ആ ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്ന ആ പ്രദേശം എന്തായി? പിന്നീട് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലേക്ക് മാറുകയാണ് ചെയ്തത്. ആരായിരുന്നു പെരുമാക്കന്മാർ എന്ന് നോക്കാം. മഹോദയപുരത്തെ പെരുമാക്കന്മാർ
CE 9-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം, അതായത് മകോദൈ എന്ന് പറഞ്ഞാൽ ഏതാണ്? മഹോദയപുരമാണ്. മകോദൈ എന്ന് പറഞ്ഞാൽ മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. എവിടെയാണ്? കൊടുങ്ങല്ലൂരിനടുത്ത് മഹോദയപുരം. അത് അന്ന് അറിയപ്പെട്ടിരുന്നത് മകോദൈ എന്നായിരുന്നു. പെരുമാക്കന്മാർ ഭരണം നടത്തിയിരുന്ന സ്ഥലം. പെരുമാക്കൾ പിൽക്കാല ചേരർ എന്ന് അറിയപ്പെട്ടിരുന്നു. പെരുമാക്കളാണ് ആര്? പിൽക്കാല ചേരർ എന്ന് അറിയപ്പെട്ടിരുന്നത്. പെരുമാക്കളാണ് പിൽക്കാലത്ത് ചേരർ. പിൽക്കാല ചേരർ, ആദ്യം ചേരർ ഭരിച്ചിരുന്നതിൻ്റെ ബാക്കിയായിട്ടാണ് പെരുമാക്കൾ വന്നത്. അതുകൊണ്ട് പിൽക്കാല ചേരർ എന്ന് പെരുമാക്കൾ അറിയപ്പെട്ടു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. അപ്പം മഹോദയപുരം ഭരിച്ചിരുന്നവരാണ് പെരുമാൾ, ചേരമാൻ, കുലശേഖരർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത്. എന്താണ് മഹോദയപുരത്തിൻ്റെ പ്രത്യേകത നോക്കാം. CE 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ. എത്രയാണ്? CE 9-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ചേരന്മാരുടെ കാലം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ കാലം മുതൽ 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ആരാണ് ഭരണം നടത്തിയിരുന്നത്? പെരുമാക്കന്മാരാണ് ഭരണം നടത്തിയിരുന്നത്. അവരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിൽ എങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുകോദ, ഭാസ്കരരവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുകോദ, ഭാസ്കരരവി ഇവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. ഇവരെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ശാസനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുള്ളതാണ്, രാജാക്കന്മാരുടെ ശാസനങ്ങളിൽ. അടുത്തത് പെരുമാൾ ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചിരുന്നു. അപ്പോൾ എന്താണ് പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ എങ്ങനെയായി തിരിച്ചിരുന്നു? വിവിധ നാടുകൾ. ഈ നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും ചെറിയതാണ് നാട് എന്ന് പറയുന്നത്. ഏറ്റവും വലുത് നാട്. ആ നാടുകളെ പിന്നീട് ദേശങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദേശങ്ങളെയും കരകളായിട്ടും വിഭജിച്ചിട്ടുണ്ടായിരുന്നു. നാടുകളുടെ ഭരണം നടത്തിയത് നാടുവാഴികളായിരുന്നു. അതിൻ്റെ താഴെയുള്ള ദേശങ്ങളുടെ ഭരണം നടത്തിയിരുന്ന ദേശവാഴികളായിരുന്നു. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നടത്തിയിരുന്ന ആരായിരുന്നു? പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു, അതായത് രാജാവിന്. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. പെരുമാളിൻ്റെ ഭരണകാലത്ത് ഓരോ രാജ്യത്തെ മുഴുവനും വിവിധ നാടുകളായി തിരിച്ചു. ഓരോ നാടിനെയും ദേശങ്ങളായി തിരിച്ചു. ഓരോ ദേശത്തെയും കരകളായിട്ട് തിരിച്ചു. ദേശം ഭരിച്ചിരുന്നത് ദേശവാഴികൾ, നാട് ഭരിച്ചിരുന്നത് നാടുവാഴികൾ. പിന്നെ കര ഭരിച്ചിരുന്നത് പഞ്ചായത്തുകളുമായിരുന്നു. ഇവിടെയുണ്ട് പെരുമാൾ രാജ്യം ഭരിച്ചിരുന്നത് പെരുമാളാണ്. നാടുകൾ ഭരിച്ചിരുന്നത് നാടുവാഴികൾ, നാടുകളെ ദേശങ്ങളാക്കി ദേശങ്ങളെ ഭരിച്ചിരുന്നത് ദേശവാഴികൾ, ദേശങ്ങൾ കരകളാക്കി കരകളെ ഭരിച്ചിരുന്നത് പഞ്ചായത്തുകൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ടേബിളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്തത് സാമ്പത്തികം എങ്ങനെയായിരുന്നു? ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണകാലത്തിൽ ഉണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും പെരുമാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന 5 വണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന്? 5 വണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? കച്ചവട സംഘങ്ങളാണ്. ഈ പെരുമാൾ ഭരണകാലത്തെ പെരുമാക്കന്മാരുടെ ഭരണകാലത്തുണ്ടായിരുന്ന കച്ചവട സംഘങ്ങളാണ് ഈ 5 വണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. അടുത്തതാണ് സാംസ്കാരിക ജീവിതം. പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക രംഗത്തും വളരെയധികം മാറ്റങ്ങളുണ്ടായി. എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? സാംസ്കാരിക ജീവിതം. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായി മാറി. സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമാണ് അന്നത്തെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ. ഇനി അടുത്തത് ജാതി വ്യവസ്ഥ. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു എന്നതിനാൽ ജാതി വ്യവസ്ഥയും രൂപപ്പെട്ടു.
പിന്നീട് വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം ഇവയെല്ലാം ഇങ്ങനെയുള്ള കലകളെല്ലാം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചു. അപ്പം ഇതെല്ലാം സാംസ്കാരികമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. അതായത് സാംസ്കാരികമായി എന്തെല്ലാണ് ക്ഷേത്രങ്ങളുണ്ടായി. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്ന ക്ഷേത്രങ്ങളായി. ആ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കലകൾ ഫോം ചെയ്തു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതമെല്ലാം. പിന്നെ ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ചെയ്തു വന്നവരായതുകൊണ്ട്, അതായത് പിന്തുടർച്ച പോലെ ഇങ്ങനെ ഒരേ തൊഴിൽ തന്നെ ഇങ്ങനെ ചെയ്തു വന്നതുകൊണ്ട് ജാതി വ്യവസ്ഥയും രൂപപ്പെട്ടു. പിന്നെ കൂത്ത്, കൂടിയാട്ടം വികാസം പ്രാപിച്ചു. കൂത്ത കൂടിയാട്ടത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് നാടുവാഴി സ്വരൂപങ്ങളെന്ന് നോക്കാം. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. നാടുവാഴികളായിരുന്നു നാടുകൾ ഭരിച്ചിരുന്നത്. പെരുമാക്കന്മാരുടെ തൊട്ട് കീഴെ നിൽക്കുന്നവരായിരുന്നു നാടുവാഴികൾ. അപ്പോൾ അവർ പതുക്കെ എന്തായി മാറി? പെരുമാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന നാടുകളെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് നാടുവാഴി സ്വരൂപങ്ങൾ ഫോം ചെയ്യാൻ തുടങ്ങി. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയം ഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടത് എന്താണ്? സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് ഭരണം നടത്തിയിരുന്നവരാണ്. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച്, അതാണ് സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. മരുമക്കത്തായ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. എന്താണ് മക്കത്തായ മരുമക്കത്തായ എന്ന് കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ രീതിയാണ് മക്കത്തായവും മരുമക്കത്തായും. പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ മക്കത്തായും, അതായത് ഇപ്പോൾ ഉള്ളതുപോലെ പിതാവിൽ നിന്ന് മക്കൾക്കാണെങ്കിൽ മക്കത്തായും. എന്നാൽ പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നതാണ് മരുമക്കത്തായം. അപ്പം മരുമക്കത്തായം അനുസരിച്ച് രൂപപ്പെട്ട ഒരു സ്വയംഭരണ പ്രദേശം, ഒരു സ്വയംഭരണ പ്രദേശമാക്കി മാറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞിരുന്നത്. അവിടെ മരുമക്കത്തായമായിരുന്നു സമ്പ്രദായം. നാടുവാഴി അതായത് സഹോദരിയുടെ മക്കൾക്കായിരുന്നു, സഹോദരിയുടെ പുത്രന്മാർക്കായിരുന്നു കൈമാറ്റം, പിന്തുടർച്ചാവകാശം. നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ എന്നിവ. കോലത്തുനാട് എവിടെയുള്ളതാണ്? കണ്ണൂർ. കോലത്തുനാട് കണ്ണൂർ. നെടിയിരുപ്പ് കോഴിക്കോട്, പെരുമ്പടപ്പ് കൊച്ചി, തൃപ്പാപ്പൂർ വേണാട്. ഇവയായിരുന്നു പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ. നാടുവാഴി ഭരണത്തിൻ്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഫലമായിട്ടാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. അപ്പോൾ ജന്മി സമ്പ്രദായം വന്നു, ജന്മി സമ്പ്രദായത്തിൻ്റെ ഫലമായിട്ട് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, കൊച്ചി, തൃപ്പാപ്പൂർ കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ ഇവയായിരുന്നു പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ. അതിൽ കോലത്തുനാട് കണ്ണൂരിലായിരുന്നു, നെടിയിരുപ്പ് കോഴിക്കോട് ഭാഗം, പെരുമ്പടപ്പ് കൊച്ചി ഭാഗം, തൃപ്പാപ്പൂർ വേണാട്. ഇവിടെ ഏതൊക്കെയാണ് കേരളത്തിൻ്റെ ഭൂപടത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഭാഗമാണെന്ന്. തൃപ്പാപ്പൂർ എന്ന് പറയുന്നത് വേണാട്, പെരുമ്പടപ്പ് കൊച്ചി ഭാഗം, നെടിയിരുപ്പ് കോഴിക്കോട്, കോലത്തുനാട് കണ്ണൂർ. ഇനി എന്തെല്ലാം പ്രധാന നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. എന്തെല്ലാമാണ്? കോലത്തുനാട്, നമ്മൾ പറഞ്ഞു കോലത്തുനാട് കണ്ണൂർ കേന്ദ്രമാക്കിയിട്ടാണ് ഭരണം നടത്തിയിരുന്നത്. ഭരണാധികാരി കോലത്തിരി, കോലത്തുനാട് ഭരിച്ചിരുന്നവർ കോലത്തിരി. നെടിയിരുപ്പ് സ്വരൂപം നമ്മളൊക്കെ പറഞ്ഞിരുന്നു. നെടിയിരുപ്പ് എവിടെയായിരുന്നു? കോഴിക്കോട് കേന്ദ്രമാക്കിയായിരുന്നു ഭരണം നടത്തിയിരുന്നത്. പിന്നെ ഭരണാധികാരി സാമൂതിരി. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. അപ്പോൾ സാമൂതിരിക്കാണ്, അതായത് നെടിയിരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരിക്കാണ് രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചത്. അടുത്തത് പെരുമ്പടപ്പ് സ്വരൂപം. പെരുമ്പടപ്പ് നമുക്കറിയാം എവിടെയായിരുന്നു? കൊച്ചി കേന്ദ്രമാക്കിയെന്നായിരുന്നു. കൊച്ചി കേന്ദ്രമാക്കി, അതായത് കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപമാണ്. അടുത്തതാണ് തൃപ്പാപ്പൂർ സ്വരൂപം, അതായത് വേണാട്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്വരൂപമാണ്. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചത് എന്താണ്? തൃപ്പാപ്പൂർ സ്വരൂപമാണ്. വേണാട്, തിരുവിതാംകൂർ നാട്ടുരാജ്യം. കൊച്ചി നാട്ടുരാജ്യം ആയത് എന്താണ്? പെരുമ്പടപ്പ് സ്വരൂപം, കൊച്ചി രാജവംശമായത്. വേണാട്,
വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് ആരുടെ കീഴിലാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരണം വന്നപ്പോഴാണ് എന്തായത് ശക്തമായൊരു നാട്ടുരാജ്യമായി മാറിയത്. അതുപോലെ തന്നെ പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത് ആരുടെ കാലത്താണ്? ശക്തൻ തമ്പുരാനാണ്. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി രാജവംശമായി മാറുന്നത് ശക്തൻ തമ്പുരാന്റെ കാലത്തും വേണാട് തിരുവിതാംകൂർ രാജവംശമായി മാറുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുമാണ്. മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിൽ തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്താണ്, തിരുനാവായ എന്ന സ്ഥലത്താണ് 12 വർഷത്തിലൊരിക്കലാണ് കൊണ്ടാടിയിരുന്നത്. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവക്കോനാതിരിയിൽ നിന്ന് മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. ആദ്യം ആരുടെ കയ്യിലായിരുന്നു? വള്ളുവക്കോനാതിരിയുടെ കയ്യിലായിരുന്നു. അത് പിന്നീട് സാമൂതിരി കൈവശപ്പെടുത്തുകയാണ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാനും ചെയ്ത പരിഷ്കാരങ്ങളിൽ നിന്ന് നോക്കാം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായിരുന്ന 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തത് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ ശക്തൻ തമ്പുരാൻ നാടുവാഴികളെ, കൊച്ചിയിലുണ്ടായിരുന്ന നാടുവാഴികളെ അമർച്ച ചെയ്തു ശക്തൻ തമ്പുരാൻ. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ഈ 6 പോയിന്റ്സ്, അതായത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 8 വീട്ടിൽ പിള്ളമ്മമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. തൃപ്പടിദാനം നടത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശക്തൻ തമ്പുരാന്റെ കാലത്ത് നാടുവാഴികളെയൊക്കെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് ആരംഭവും കുറിച്ചു. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇവർ നടത്തിയ പരിഷ്കാരങ്ങളാണ്. ഇനി എന്താണ് തൃപ്പടിദാനം എന്ന് നോക്കാം. 1750 ജനുവരി 3, വെരി ഇമ്പോർട്ടൻ്റ്. 1750 ജനുവരി 3-ാം തീയതി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്ന് 1750 ജനുവരി 3. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വിത്ത് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിൻ്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തൻ്റെ അധികാരത്തിൻ്റെ അടയാളമായ ഉടവാൾ അടിയറ വെച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനമെന്ന് അറിയപ്പെടുന്നത്. അതിരു കവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിനു വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. 1750 ജനുവരി 3 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം. പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിൻ്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്നും രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിച്ചാണ് കേരളം രൂപീകൃതമായത്. അതായത് ഈ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഒറ്റയടിക്ക് ഒരു ചെറുതാക്കിയ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പ്രാചീന തമിഴകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവരുടെ നാശത്തോടു കൂടി പെരുമാക്കന്മാരുടെ ഭരണം മഹോദയപുരത്തെ കൊടുങ്ങല്ലൂരിൽ വന്നത് പറഞ്ഞു. അതൊരു രാഷ്ട്രീയ മേഖലയായിട്ട് രൂപപ്പെട്ടു എന്ന് പറഞ്ഞു. അവരുടെ ഭരണത്തിൻ്റെ തകർച്ചയോടുകൂടി നാടുവാഴികൾ സ്വരൂപങ്ങൾ ഫോം ചെയ്തു. ആ സ്വരൂപങ്ങളാണ് പിന്നീട് നാട്ടുരാജ്യങ്ങളായി മാറിയത്. ഈ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ചാണ് കേരളം ഫോം ചെയ്തത്. ഇതാണ് ഈ ചാപ്റ്ററിലുള്ളത്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഉപകാരം പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.